ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ന്യായാധിപന്മാരുടെ പുസ്തകം 2-ാം അധ്യായമാണ്. 2-ാമത്തെ അധ്യായത്തിൽ ടോട്ടൽ 23 വാക്യങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുക. 3 സബ് ഡിവിഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്നാമത്തത് ബൊക്കീമിൽ വെച്ചുള്ള മുന്നറിയിപ്പ്. 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങളാണ് ഒന്നാമത്തെ സബ് ഡിവിഷനിലുള്ളത്. 2 ജോഷുവയുടെ മരണമാണ്. 6 മുതൽ 8 വരെയുള്ള 10 വരെയുള്ള വാക്യങ്ങളാണ്. 3-ാമത്തെ സബ് ഡിവിഷൻ ബാലിനെ ആരാധിക്കുന്നു. അത് ഇത്തിരി വലുതാണ്. 11 മുതൽ 23 വരെയുള്ള വാക്യങ്ങളാണ്. ഇനി നമുക്ക് ഡയറക്റ്റ് അധ്യായത്തിലെ വാക്യങ്ങളിലേക്ക് കടക്കാം. ആദ്യത്തെ 5 വാക്യങ്ങൾ ഉൾപ്പെടുന്നത് ബൊക്കീമിൽ വെച്ചുള്ള മുന്നറിയിപ്പ് എന്ന സബ് ഡിവിഷൻ്റെ കീഴിലായിട്ടാണ്. അപ്പോൾ ആദ്യത്തെ വാക്യം പറയുന്നത്, കർത്താവിൻ്റെ ദൂതൻ ഗീൽഗാലിൽ നിന്ന് ബൊക്കീമിലേക്ക് ചെന്നു. അവൻ പറഞ്ഞു, നിങ്ങളുടെ പിതാക്കന്മാർക്ക് കൊടുക്കാമെന്ന് വാഗ്ദാനം ചെയ്ത ദേശത്തേക്ക് ഞാൻ നിങ്ങളെ ഈജിപ്തിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവന്നിരിക്കുന്നു. അപ്പോൾ കർത്താവിൻ്റെ ദൂതനാണ് പറയുന്നത്, കർത്താവല്ല, കർത്താവിൻ്റെ ദൂതനാണ് ഗീൽഗാലിൽ നിന്ന് ബൊക്കീമിലേക്ക് വന്നു. അവൻ പറഞ്ഞു, നിങ്ങളുടെ പിതാക്കന്മാർക്ക് കൊടുക്കാമെന്ന് വാഗ്ദാനം ചെയ്ത ദേശത്തേക്ക് ഞാൻ നിങ്ങളെ ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്നിരിക്കുന്നു. നിങ്ങളുടെ പിതാക്കന്മാർക്ക് കൊടുത്ത വാഗ്ദാനം അനുസരിച്ച് അവർക്ക് കൊടുക്കാമെന്ന് വാഗ്ദാനം ചെയ്ത ദേശത്തേക്ക് ഈജിപ്തിൽ നിന്ന് നിങ്ങളെ ഞാൻ കൊണ്ടുവന്നിരിക്കുന്നു. ആരാ പറയുന്നത്? കർത്താവിൻ്റെ ദൂതൻ. എവിടെ നിന്ന് എവിടേക്കാണ് കർത്താവിൻ്റെ ദൂതൻ പോയത്? ഗിൽഗാലിൽ നിന്ന് ബൊക്കേമിലേക്ക്. 2-ാമത്തെ വാക്യം പറയുന്നത്, നിങ്ങളോട് ചെയ്ത ഉടമ്പടി ഞാൻ ഒരിക്കലും ലംഘിക്കുകയില്ലെന്നും ഈ ദേശവാസികളുമായി യാതൊരു സഖ്യവും നിങ്ങൾ ചെയ്യരുതെന്നും അവരുടെ ബലിപീഠങ്ങളെ നശിപ്പിച്ച് കളയണമെന്നും ഞാൻ നിങ്ങളോട് പറഞ്ഞു. 3 കാര്യങ്ങളാണ് ദൂതൻ പറഞ്ഞത്. എന്തൊക്കെയാണ്? ഒന്നാമത്തത്, നിങ്ങളോട് ചെയ്ത ഉടമ്പടി ഞാൻ ഒരിക്കലും ലംഘിക്കുകയില്ല. ഒരു പ്രോമിസാണ് ആദ്യം പറയുന്നത്. 2-ാമത് പറയുന്നത്, ഈ ദേശവാസികളുമായി യാതൊരു സഖ്യവും നിങ്ങൾ ചെയ്യരുത്. ഒരു രീതിയിലുള്ള കണക്ഷൻസും നിങ്ങൾ അവരുമായിട്ട് ഉണ്ടാക്കാൻ പാടില്ല. റിലേഷൻഷിപ്സ് ഒന്നും നിങ്ങൾ അവരുമായിട്ട് ഉണ്ടാക്കാൻ പാടില്ല. 3-ാമത് പറഞ്ഞത്, അവരുടെ ബലിപീഠങ്ങളെ നിങ്ങൾ നശിപ്പിച്ച് കളയണം. ഈ 3 കാര്യങ്ങളാണ് കർത്താവിൻ്റെ ദൂതൻ ജനത്തോട് പറഞ്ഞത്. എന്നാൽ നിങ്ങൾ എൻ്റെ കൽപ്പന അനുസരിച്ചില്ല. പക്ഷെ എന്താ ഇവിടെ പ്രശ്നം പറ്റിയത്? ജനങ്ങൾ ഈ 3 കൽപ്പനകളും അനുസരിച്ചില്ല. 2 കൽപ്പനയും ഒരു പ്രോമിസും അനുസരിക്കുകയോ വിശ്വസിക്കുകയോ ചെയ്തില്ല. നിങ്ങൾ ഈ ചെയ്തത് എന്താണ്? ഇതാണ് 2-ാമത്തെ വാക്യം. 3-ാമത്തെ വാക്യം പറയുന്നത്, നിങ്ങൾ ഈ 3 കാര്യങ്ങളും അനുസരിക്കാതിരുന്നത് കൊണ്ട്, എൻ്റെ കൽപ്പനകൾ നിങ്ങൾ അനുസരിക്കാതിരുന്നത് കൊണ്ട് ഞാൻ പറയുന്നു, നിങ്ങളുടെ മുൻപിൽ നിന്ന് ഞാൻ അവരെ പുറത്താക്കുകയില്ല. നിങ്ങളുടെ മുൻപിൽ നിന്ന് ആ ദേശവാസികളെ ഞാൻ പുറത്താക്കുകയില്ല. അവർ നിങ്ങളുടെ എതിരാളികളായി തീരും. അവരാരായിത്തീരും? എതിരാളികളായിത്തീരും. എന്ന് വെച്ചാൽ അവരോട് നിങ്ങൾ യുദ്ധം ചെയ്യേണ്ട സിറ്റുവേഷൻ ഞാൻ ഉണ്ടാക്കും. 3-ാമത് പറയുന്നത് എന്താണ്? അവരുടെ ദേവന്മാർ നിങ്ങൾക്ക് കെണിയാവുകയും ചെയ്യും. അവരുടെ ദേവന്മാർ നിങ്ങൾക്ക് കെണിയാവുകയും ചെയ്യും. അതെങ്ങനെയാണ് കെണിയാവുന്നതെന്ന് ഈ അധ്യായത്തിൽ തന്നെ അവസാനത്തെ ഭാഗമായ ബാലിനെ ആരാധിക്കുന്നു. അത് ആ സബ് ഡിവിഷൻ്റെ കീഴിൽ പറയുന്നുണ്ട്. അപ്പോൾ 3-ാമത്തെ വാക്യം ഇത്രയേ ഉള്ളൂ. അതിനാൽ ഞാൻ പറയുന്നു, നിങ്ങളുടെ മുൻപിൽ നിന്ന് ഞാൻ അവരെ പുറത്താക്കുകയില്ല. അവർ നിങ്ങൾക്ക് എതിരാളികളായി തീരും. അവരുടെ ദേവന്മാർ നിങ്ങൾക്ക് കെണിയാവുകയും ചെയ്യും. 4-ാമത്തെ വാക്യം പറയുന്നത്, കർത്താവിൻ്റെ ദൂതൻ ഇത് അറിയിച്ചപ്പോൾ ഇസ്രായേൽ ജനം ഉച്ചത്തിൽ കരഞ്ഞു. വളരെ വലിയ രീതിയിൽ അവർ കരഞ്ഞു എന്നാണ് പറയുന്നത്. ഇസ്രായേൽ ജനം ഉച്ചത്തിൽ കരഞ്ഞു. അവർ ആ സ്ഥലത്ത് ബൊക്കീം എന്ന് പേരിട്ടു. ബൊക്കീം എന്ന വാക്കിൻ്റെ അർത്ഥം വിലപിക്കുന്നവർ എന്നാണ്. ബൊക്കീം എന്ന വാക്കിൻ്റെ അർത്ഥം വിലപിക്കുന്നവർ. അപ്പോൾ അവർ ആ സ്ഥലത്തിന് എന്ത് പേരായിട്ട് അവർ ഒന്നിച്ച് നിന്ന്, ദൂതൻ ഇത് പറയുമ്പോൾ അവരൊന്നിച്ച് നിന്ന് കരഞ്ഞു. ആ സ്ഥലത്തിന് അവർ ബൊക്കീം എന്ന് പേരിട്ടു. ബൊക്കീമിൻ്റെ അർത്ഥം എന്നാണ് വിലപിക്കുന്നവർ. എന്നിട്ട് അവരെന്ത് ചെയ്തു? അവർ അവിടെ കർത്താവിന് ബലിയർപ്പിച്ചു. അവിടെ അവരെ കർത്താവിന് ബലിയർപ്പിച്ചു. ആര്? ഇസ്രായേൽ ജനം. അടുത്തത് 2-ാമത്തെ സബ് ഡിവിഷനാണ് ജോഷുവ മരിക്കുന്നു. 6 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ ജോഷുവ മരിക്കുന്നു എന്ന സബ് ഡിവിഷൻ്റെ കീഴിലാണ് വരുന്നത്. അപ്പോൾ നമുക്ക് 6-ാമത്തെ വാക്യം എന്താണെന്ന് നോക്കാം. ജോഷുവ ഇസ്രായേൽ ജനത്തെ പറഞ്ഞയച്ചു. അവർ ഓരോരുത്തരും തങ്ങൾക്ക് അവകാശമായി ലഭിച്ച ദേശം കൈവശമാക്കാൻ പോയി. നമുക്ക് നേരത്തെ അറിയാം, ജോഷുവയുടെ പുസ്തകം വായിച്ചപ്പോൾ നമ്മൾ ക്ലിയർ ആയിട്ട് പഠിച്ചതാണ്. ഓരോ ഗോത്രങ്ങളായിട്ട് തിരിക്കുകയും അവർക്ക് അവകാശഭൂമികൾ കൊടുക്കുകയും ആ അവകാശഭൂമി
ഓരോ ഗോത്രങ്ങളും അവരവരുടെ ഭൂമിയിൽ ചെന്ന് വാസമുറപ്പിക്കുകയൊക്കെ ചെയ്തത് നമ്മൾ കണ്ടതാണ്. അതാണ് ഇവിടെ പറയുന്നത്. 6ാമത്തെ വാക്യം പറയുന്നത്, ജോഷുവ ഇസ്രായേൽ ജനത്തെ പറഞ്ഞയച്ചു. അവർ ഓരോരുത്തരും തങ്ങൾക്ക് അവകാശമായി ലഭിച്ച ദേശം കൈവശമാക്കാനായിട്ട് പോയി. ഇനി 7ാമത്തെ വാക്യത്തിൽ പറയുന്നത്, ജോഷുവയുടെയും അതേപോലെ തന്നെ ശ്രേഷ്ഠന്മാരുടെയും കാലത്ത് ജനം കർത്താവിനെ സേവിച്ചു. ജോഷുവയുടെയും ശ്രേഷ്ഠന്മാരുടെയും കാലത്ത് ജനം കർത്താവിനെ സേവിച്ചു. ഈ ശ്രേഷ്ഠന്മാർക്കൊരു പ്രത്യേകതയുണ്ട്, അതാണ് ഇവിടെ പറയുന്നത്. ശ്രേഷ്ഠന്മാരുടെ പ്രത്യേകത എന്തെന്നാണ്? കർത്താവ് ഇസ്രായേലിന് ചെയ്ത വലിയ കാര്യങ്ങൾ നേരിട്ട് കാണുകയും ജോഷുവയ്ക്ക് ശേഷം ജീവിച്ചിരിക്കുകയും ചെയ്തവർ. ഈ ശ്രേഷ്ഠന്മാർക്ക് 2 പ്രത്യേകതയാണുള്ളത്. ഒന്ന്, കർത്താവ് ഇസ്രായേൽ ജനത്തിന് ചെയ്ത വലിയ കാര്യങ്ങൾ നേരിട്ട് കണ്ടവരാണ് അവർ. 2, ജോഷുവയ്ക്ക് ശേഷവും ജീവിച്ചിരുന്നവരാണ് അവർ. ഇങ്ങനെയായിരുന്ന ശ്രേഷ്ഠന്മാരുടെ കാലത്തും ജനം എന്ത് ചെയ്തു? കർത്താവിനെ സേവിച്ചു. അപ്പോൾ ജോഷുവയുടെ കാലത്തും ശ്രേഷ്ഠന്മാരുടെ കാലത്തും ജനം കർത്താവിനെ സേവിച്ചു. ശ്രേഷ്ഠന്മാരുടെ പ്രത്യേകത എന്തായിരുന്നു? അവർ കർത്താവ് ഇസ്രായേലിന് ചെയ്ത വലിയ കാര്യങ്ങൾ നേരിട്ട് കാണുകയും അതേപോലെ തന്നെ ജോഷുവയ്ക്ക് ശേഷം ജീവിക്കുകയും ചെയ്തവരാണ് അവർ. അടുത്തത് 8ാമത്തെ വാക്യമാണ്. 8ാമത്തെ വാക്യത്തിൻ്റെ പ്രത്യേകത, ന്യായാധിപന്മാർ പുസ്തകം 2-ാം അധ്യായത്തിലെ ഏത് വാക്യത്തിലാണ് ജോഷുവയുടെ മരണത്തെ പ്രതിപാദിക്കുന്നതെന്ന് ചോദിച്ചാൽ അത് 8ാമത്തെ വാക്യമാണ്. ജോഷുവയുടെ മരണം പറയുന്ന വാക്യം ഏതാണ്? 8ാമത്തെ വാക്യം. കർത്താവിൻ്റെ ദാസനും നൂനിൻ്റെ മകനുമായ ജോഷുവ 110ാമത്തെ വയസ്സിൽ മരിച്ചു. ഇത് നമ്മൾ ജോഷുവയുടെ പുസ്തകത്തിൽ കണ്ടതാണ്. 110ാമത്തെ വയസ്സിൽ മരിച്ചു. അപ്പോൾ ജോഷുവയുടെ മരണത്തെക്കുറിച്ച് പറയുന്നത് ഏത് വാക്യത്തിലാണ്? 8ാമത്തെ വാക്യത്തിലാണ്. 9ാമത്തെ വാക്യം നോക്കാം. എവിടെയാണ് ജോഷുവനെ അടക്കം ചെയ്തത്? അതാണ് 9ാമത്തെ വാക്യത്തിൽ പറയുന്നത്. ഇതും നമ്മൾ കഴിഞ്ഞ ജോഷുവയുടെ പുസ്തകത്തിൽ പഠിച്ചു കഴിഞ്ഞ കാര്യമാണ്. ഗാഷ് പർവ്വതത്തിന് വടക്ക് വശം, നോർത്ത് വശത്ത് എഫ്രായിമിൻ്റെ മലനാട്ടിൽ, എഫ്രായിം ഗോത്രത്തിൻ്റെ മലനാട്ടിൽ നമ്മുടെ ജോഷുവയ്ക്ക് അവകാശമായി കിട്ടിയൊരു ഭൂമിയുണ്ട്. തിംനാത്ത് ഹെറേസ് എന്ന് പറയുന്ന സ്ഥലത്ത് ജോഷുവയ്ക്ക് ഒരു അവകാശ ഭൂമി കിട്ടിയിട്ടുണ്ട്. ആ അവകാശ ഭൂമിയുടെ അതിർത്തിക്കുള്ളിലാണ് ജോഷുവനെ അടക്കം ചെയ്തിരിക്കുന്നത്. ഒന്നുകൂടി വായിച്ചാൽ, അവനെ ഗാഷ് പർവ്വതത്തിന് വടക്ക് എഫ്രായിം മലനാട്ടിൽ തിംനാത്ത് ഹെറേസിൽ അവൻ്റെ അവകാശ ഭൂമിയുടെ അതിർത്തിക്കുള്ളിൽ അടക്കി. അപ്പോൾ അടക്കത്തെക്കുറിച്ച് സംസാരിക്കുന്നത് 9ാമത്തെ വാക്യമാണ്. അവസാനം പറയുന്നത് 10ാമത്തെ വാക്യം. അത് ഇസ്രായേൽ ജനത്തിനെ കുറിച്ചാണ് പറയുന്നത്. ആ തലമുറ മുഴുവൻ തങ്ങളുടെ പിതാക്കന്മാരോട് ചേർന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മരണമടഞ്ഞു. അവർക്ക് ദൈവത്തിൻ്റെ മഹത്വം അറിയായിരുന്നു. ഈജിപ്തിൽ നിന്ന് അവരുടെ പിതാക്കന്മാരെ കൊണ്ടുവന്ന കാര്യങ്ങൾ അറിയാമായിരുന്നു. കർത്താവ് അവർക്ക് വേണ്ടി ചെയ്തു കൊടുത്ത വലിയ വലിയ കാര്യങ്ങളെല്ലാം അറിയാവുന്ന തലമുറ പിതാക്കന്മാരോട് ചേർന്നു, മരണമടഞ്ഞു. പക്ഷേ അവർക്ക് ശേഷം കർത്താവിനെയോ അതേപോലെ കർത്താവ് ഇസ്രായേൽ ജനത്തിന് ചെയ്ത വലിയ കാര്യങ്ങളെയോ അറിയാത്ത ഒരു തലമുറ വന്നു. അവിടെ മുതലാണ് ഇസ്രായേലിന് ഓരോ ശിക്ഷാവിധി നേരിടേണ്ടി വന്നത്. മനസ്സിലായോ? അപ്പോൾ 10ാമത്തെ വാക്യം പറയുന്നത്, ആ തലമുറ മുഴുവൻ തങ്ങളുടെ പിതാക്കന്മാരോട് ചേർന്നു. അവർക്ക് ശേഷം കർത്താവിനെയോ ഇസ്രായേലിന് അവിടെ നിന്ന് ചെയ്ത വലിയ കാര്യങ്ങളെയോ അറിയാത്ത മറ്റൊരു തലമുറ വന്നു. 3ാമത്തെ സബ് ഹെഡിങ് ആണ് ബാലിനെ ആരാധിക്കുന്നു. ഇവിടെ മുതലാണ് ഇസ്രായേൽ ജനം ഓരോരോ ശത്രുക്കളുടെ കൈകളിൽ ഏൽപ്പിച്ചു കൊടുക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ബാലിനെ ആരാധിക്കുന്നു. 11 മുതൽ എത്രാമത്തെ അധ്യായം വരെയാണ്? എത്രാമത്തെ വാക്യം വരെയാണ്? 23ാമത്തെ വാക്യം വരെയാണ്. 11ാമത്തെ വാക്യം മുതൽ 23ാമത്തെ വാക്യം വരെയാണ് ബാലിനെ ആരാധിക്കുന്നു എന്നതിന് കീഴിൽ വരുന്നത്. 11ാമത്തെ വാക്യം നമുക്ക് നോക്കാം. ഇസ്രായേൽ ജനം കർത്താവിൻ്റെ മുൻപിൽ തിന്മ ചെയ്തു. അവർ ചെയ്ത തിന്മ എന്താണ്? ബാൽ ദേവന്മാരെ സേവിച്ചു. എന്താണ് അവർ ചെയ്ത തിന്മ? ബാൽ ദേവന്മാരെ സേവിച്ചു. 11ാമത്തെ വാക്യം എന്താ പറയുന്നത്? ഇസ്രായേൽ ജനം കർത്താവിൻ്റെ മുൻപിൽ തിന്മ ചെയ്തു, ബാൽ ദേവന്മാരെ സേവിച്ചു. 12ാമത്തെ വാക്യം പറയുന്നത്, തങ്ങളുടെ പിതാക്കന്മാരെ ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്ന ദൈവമായ കർത്താവിനെ അവർ ഉപേക്ഷിച്ചു. തങ്ങളുടെ പിതാക്കന്മാരെ ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്ന ദൈവമായ കർത്താവിനെ അവർ ഉപേക്ഷിച്ചു. എന്നിട്ട് അവരെന്ത് ചെയ്തു? ചുറ്റുമുള്ള ജനതകളുടെ ദേവന്മാരുടെ പിന്നാലെ പോയി. പോവുക മാത്രമല്ല ചെയ്തത്, അവയ്ക്ക് മുൻപിൽ കുമ്പിട്ടു. എന്നുവെച്ചാൽ അവരെ ആരാധിക്കാൻ തുടങ്ങി. അങ്ങനെ അവർ കർത്താവിനെ എന്ത് ചെയ്തു? പ്രൊവോക്ക് ചെയ്തു. ഓക്കെ. അപ്പോൾ 12ാമത്തെ വാക്യം പറയുന്നത്, തങ്ങളുടെ പിതാക്കന്മാരെ ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്ന ദൈവമായ കർത്താവിനെ അവർ ഉപേക്ഷിച്ച്
എന്തു ചെയ്തു? ചുറ്റുമുള്ള ജനങ്ങളുടെ ദേവന്മാരുടെ പിന്നാലെ അവർ പോയി അവയ്ക്ക് മുൻപിൽ കുമ്പിട്ടു. അങ്ങനെ അവർ കർത്താവിനെ പ്രകോപിപ്പിച്ചു. 13-ാമത്തെ വാക്യം പറയുന്നത്, അവർ കർത്താവിനെ ഉപേക്ഷിച്ച്, ആരേക്കാ പിന്നെ സ്വീകരിച്ചത്? അവർ കർത്താവിനെ ഉപേക്ഷിച്ചു, പക്ഷെ ബാൽ ദേവന്മാരെയും അസ്താർത്താ ദേവതകളെയും സേവിച്ചു. കർത്താവിനെ ഉപേക്ഷിച്ചിട്ട് അവർ ബാൽ ദേവന്മാരെയും അസ്താർത്താ ദേവതകളെയും സേവിച്ചു. അപ്പം അതിക്ക് മുന്നത്തെ വചനഭാഗത്തിൽ കോമൺ ആയിട്ടാണ് പറയണേ, ചുറ്റുമുള്ള ജനങ്ങളുടെ ദേവന്മാരെ. പക്ഷെ 13-ാമത്തെ വാക്യത്തിൽ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് ഏതൊക്കെയാണ് ആ ദേവന്മാർ. ഒന്ന് ബാൽ ദേവന്മാരും 2 അസ്താർത്ത ദേവതകളും. ഓക്കെ, അപ്പോൾ 11, 12, 13 വാക്യങ്ങളാണ് ഇവ. ഇനി 14-ാമത്തെ വാക്യം എന്ന് പറയുന്നത്, ഇതൊക്കെ ചെയ്തപ്പോൾ ഇസ്രായേൽ ജനത്തിനെതിരെ കർത്താവിൻ്റെ കോപം ജ്വലിച്ചു. ഇസ്രായേൽ ജനത്തിനെതിരെ കർത്താവിൻ്റെ കോപം ജ്വലിച്ചു. എന്നിട്ട് എന്തൊക്കെയാണ് അവിടെ ചെയ്തത്? ഒന്ന്, അവിടെ നിന്ന് അവരെ കവർച്ചക്കാർക്ക് ഏൽപ്പിച്ചു കൊടുത്തു. ആദ്യം അവരെന്താ ചെയ്തത്? കവർച്ചക്കാർക്ക് ഏൽപ്പിച്ചു കൊടുത്തു. അവർ അവരെ കൊള്ളയടിച്ചു. കവർച്ചക്കാർക്ക് ഏൽപ്പിച്ചു കൊടുത്തപ്പോൾ കവർച്ചക്കാരെന്ത് ചെയ്തു? അവരെ കൊള്ളയടിച്ചു. രണ്ടാമത് എന്താ ചെയ്തത്? ചുറ്റുമുള്ള ശത്രുക്കളുടെ ആധിപത്യത്തിന് അവരെ വിട്ടുകൊടുത്തു. ചുറ്റുമുള്ള ശത്രുക്കളുടെ ആധിപത്യത്തിന് അവരെ വിട്ടുകൊടുത്തു. അവരോട് എതിർത്ത് നിൽക്കുവാൻ അവർക്ക് കഴിഞ്ഞില്ല. ഇസ്രായേൽ ജനത്തിന് കഴിഞ്ഞില്ല. തൻ്റെ ശത്രുക്കളോട് എതിർത്ത് നിൽക്കുവാനായിട്ട് ഇസ്രായേൽ ജനത്തിന് കഴിഞ്ഞില്ല. അപ്പോൾ ബാൽദേവന്മാരെയും അസ്താർത്ത ദേവതകളെയും സേവിച്ച കർത്താവിനെ ഉപേക്ഷിച്ച ഇസ്രായേൽ ജനത്തിനെതിരായിട്ട് കർത്താവിൻ്റെ കോപം ജ്വലിച്ചു. എന്നിട്ട് കർത്താവ് 2 കാര്യങ്ങളാണ് ചെയ്തത്. ഒന്ന്, അവരെ കവർച്ചക്കാരുടെ കൈകളിൽ ഏൽപ്പിച്ചു, അവർ അവരെ കൊള്ളയടിച്ചു. 2, ചുറ്റുമുള്ള ശത്രുക്കളുടെ ആധിപത്യത്തിന് അവരെ ഏൽപ്പിച്ചു. അവർ എതിർത്ത് നിൽക്കുവാനായിട്ട് ഇസ്രായേൽ ജനത്തിന് സാധിച്ചില്ല. ഇതാണ് കർത്താവിൻ്റെ പ്രതികാരമാണ് ആ 14-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നത്. 15 എന്താ പറയുന്നത് നോക്കാം. കർത്താവ് ശപഥം ചെയ്ത് അവർക്ക് മുന്നറിയിപ്പ് നൽകിയതുപോലെ, കർത്താവ് ശപഥം പോലെ ഒരു മുന്നറിയിപ്പ് അവർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കൊടുത്ത മുന്നറിയിപ്പ് ഇതാണ്: ചെന്നിടത്തൊക്കെ നാശം വരത്തക്ക വിധം കർത്താവിൻ്റെ കരം അവർക്ക് എതിരായിരുന്നു. അവർ വളരെ കഷ്ടത അനുഭവിച്ചു. അപ്പം എന്തായിരുന്നു? ശപഥം പോലെ ഇസ്രായേൽ ജനത്തിന് കർത്താവ് കൊടുത്ത മുന്നറിയിപ്പ് എന്തായിരുന്നു? ചെന്നിടത്തൊക്കെയും നാശം വരത്തക്ക വിധം കർത്താവിൻ്റെ കരം അവർക്ക് എതിരായിരുന്നു. അവർക്ക് എതിരായിരുന്നു. ഇസ്രായേൽ ജനത്തിന് എതിരായിരുന്നു. അവർ വളരെ കഷ്ടത അനുഭവിച്ചു. അതുമൂലം അവർ വളരെ കഷ്ടത അനുഭവിച്ചു. 16-ാമത്തെ വാക്യത്തിൽ എന്താ പറയുന്നത് നോക്കാം. അപ്പോൾ കർത്താവ് ന്യായാധിപന്മാരെ നിയമിച്ചു. കർത്താവ് അവരത്രയും കഷ്ടപ്പെടുന്നത് കണ്ട് അവരോട് അനുകമ്പ തോന്നിയിട്ട് കർത്താവ് എന്ത് ചെയ്തു? ന്യായാധിപന്മാരെ നിയമിച്ചു. എന്തിനാണ്? ഈ കവർച്ചക്കാരുടെ കയ്യിൽ നിന്നും ഈ ശത്രുക്കളുടെ കയ്യിൽ നിന്നൊക്കെ അവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കർത്താവ് ന്യായാധിപന്മാരെ നിയമിച്ചു. കവർച്ച ചെയ്തിരുന്നവരുടെ ആധിപത്യത്തിൽ നിന്ന് അവരെ രക്ഷിച്ചു. അപ്പം കവർച്ച ചെയ്തിരുന്നവരുടെ ആധിപത്യത്തിൽ നിന്ന് ന്യായാധിപന്മാർ ഇസ്രായേൽ ജനത്തെ രക്ഷിച്ചു. ഇതാണ് 16-ാമത്തെ വാക്യത്തിൽ പറയുന്നത്. 14-ാമത്തെ വാക്യത്തിൽ കർത്താവിൻ്റെ കോപം ജ്വലിക്കുന്നതാണ് പറയുന്നത്. 16 കർത്താവ് രക്ഷിക്കുന്നതാണ് പറയുന്നത്. 16 കർത്താവ് രക്ഷിക്കുന്നതാണ് പറയുന്നത്. മറിച്ച് 14 നോക്കിയ കർത്താവിൻ്റെ കോപം ജ്വലിച്ചു. പ്രതികാരമാണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത്. മറിച്ച് 16-ാമത്തെ വാക്യത്തിലോ കർത്താവ് ന്യായാധിപന്മാരെ അയച്ചവരെ രക്ഷിക്കുന്നതാണ് കാണാൻ പറ്റുന്നത്. 14, 16. 15 എന്തായിരുന്നു? ശപഥം പോലൊരു മുന്നറിയിപ്പ് നൽകിയായിരുന്നു ചെയ്തത്. ശപഥം പോലൊരു മുന്നറിയിപ്പ് നൽകിയായിരുന്നു ചെയ്തത്. ഇനി നമുക്ക് 17-ാമത്തെ വാക്യം നോക്കാം. എങ്കിലും ന്യായാധിപന്മാരെ അവർ അനുസരിച്ചില്ല. ന്യായാധിപന്മാരെ നിയമിച്ച് കർത്താവ് അവരെ ശത്രുക്കളുടെ കയ്യിൽ നിന്നും കൊള്ളക്കാരുടെ കയ്യിൽ നിന്നും കവർച്ചക്കാരുടെ കയ്യിൽ നിന്നൊക്കെ രക്ഷിച്ചു. പക്ഷെ ഇസ്രായേൽ ജനം വീണ്ടും നന്ദികേട് കാണിച്ചു. അവർ വീണ്ടും ന്യായാധിപന്മാരെ അനുസരിച്ചില്ല. പ്രത്യുത അന്യദേവന്മാരുടെ പുറകെ പോയി അവരെ വന്ദിച്ചു. വീണ്ടും തെറ്റ് ചെയ്തു. അന്യദേവന്മാരുടെ പുറകെ പോയി അവരെ വന്ദിച്ചു. കർത്താവിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിച്ച പിതാക്കന്മാരുടെ മാർഗത്തിൽ നിന്ന് അവർ വേഗം വ്യതിചലിച്ചു. പിതാക്കന്മാർക്ക് ഒരു പ്രത്യേകത ഉണ്ട്. എന്തായിരുന്നു? കർത്താവിൻ്റെ കൽപ്പന അനുസരിച്ച് ജീവിച്ചിരുന്നവരായിരുന്നു ഇസ്രായേൽ ജനങ്ങളുടെ പിതാക്കന്മാർ. അവരുടെ മാർഗത്തിൽ നിന്ന് അവർ വ്യതിചലിച്ചു. അപ്പോൾ ന്യായാധിപന്മാരെ അവരനുസരിച്ചില്ല. മറിച്ച് അവർ ചെയ്ത 2 കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു? അന്യദേവന്മാരുടെ പുറകെ പോയി അവരെ വന്ദിച്ചു. രണ്ടാമത്, കർത്താവിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിച്ചിരുന്ന പിതാക്കന്മാരുടെ മാർഗത്തിൽ നിന്ന് അവർ വ്യതിചലിച്ചു.
18ാമത്തെ വാക്യമാണ്. 18ാമത്തെ വാക്യം തുടങ്ങുന്നത് തന്നെ 17ന്റെ ബാക്കിയായിട്ടാണ്. 17 പറഞ്ഞു നിർത്തിയത് കർത്താവിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിച്ചിരുന്ന പിതാക്കന്മാരുടെ മാർഗത്തിൽ നിന്നവർ വ്യതിചലിച്ചു എന്ന് പറഞ്ഞാണ് 17 നിർത്തിയത്. അതിൻ്റെ ബാക്കി എന്നോണം അവർ അവരെ അനുകരിച്ചില്ല. അവർ എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ ജനം, അവരെ എന്ന് പറഞ്ഞാൽ പിതാക്കന്മാരെ അനുകരിച്ചില്ല. എന്നിട്ട് പറയുന്നത് ന്യായാധിപന്മാരെ നിയമിച്ചപ്പോഴൊക്കെ കർത്താവ് അവർ ഓരോരുത്തരോടും കൂടെ ഉണ്ടായിരുന്നു. 12 ന്യായാധിപന്മാരെ നിയമിച്ചു ടോട്ടൽ. ഈ 12 പേരുടെയും കൂടെ ആരുണ്ടായിരുന്നു? കർത്താവ് ഉണ്ടായിരുന്നു. അവരുടെ കാലത്ത് കർത്താവ് ശത്രുക്കളുടെ കയ്യിൽ നിന്ന് ജനത്തെ രക്ഷിച്ചിരുന്നു. ആരുടെ കാലത്ത്? ന്യായാധിപന്മാരുടെ കാലത്ത് കർത്താവ് ശത്രുക്കളുടെ കയ്യിൽ നിന്ന് ജനത്തെ രക്ഷിച്ചിരുന്നു. അതിനൊരു റീസൺ എടുത്ത് കാണിക്കുന്നുണ്ട്. അതാണ് തങ്ങളെ പീഡിപ്പിക്കുകയും മർദ്ദിക്കുകയും ചെയ്യുന്നവർ നിമിത്തമുള്ള അവരുടെ രോദനം കേട്ട് കർത്താവിന് അവരിൽ അനുകമ്പ ജനിച്ചിരുന്നു. അവരുടെ വിഷമം, മറ്റൊരു ശത്രുക്കൾ അവരെ പീഡിപ്പിക്കുകയും മർദ്ദിക്കുകയും ചെയ്യുമ്പോൾ ഇസ്രായേൽ ജനത്തിനുണ്ടായിരുന്ന വിഷമം കേട്ട് കർത്താവിന് അവരോട് അനുകമ്പ തോന്നിയിരുന്നു. അതുകൊണ്ടാണ് ന്യായാധിപന്മാരെ വിട്ടിട്ട് അവർക്ക് മോചനം നൽകിയത്, അവരെ രക്ഷിച്ചത്. ഇതാണ് 18ാമത്തെ വാക്യത്തിൽ പറയുന്നത്. ന്യായാധിപന്മാർ ജീവിച്ചിരുന്നപ്പോഴുള്ള കാര്യമാണ് 18ാമത്തെ വാക്യത്തിൽ പറയുന്നത്. 19ാമത്തെ വാക്യത്തിൽ ഈ ന്യായാധിപന്മാർ മരിക്കുമ്പോഴുണ്ടായിരുന്ന സാഹചര്യമാണ് പറയുന്നത്. എന്നാൽ ന്യായാധിപന്മാർ മരിക്കുമ്പോൾ അവർ വഴിതെറ്റി തങ്ങളുടെ പിതാക്കന്മാരെക്കാൾ വഷളായി ജീവിക്കും. അവർ വഴിതെറ്റി തങ്ങളുടെ പിതാക്കന്മാരെക്കാൾ വഷളായി ജീവിക്കും. മറ്റു ദേവന്മാരെ സേവിച്ചും നമസ്കരിച്ചും അവരുടെ പിന്നാലെ പോകും. അപ്പോൾ ഒന്നാമത് എന്തെന്നാ പറയണേ? പിതാക്കന്മാരെക്കാളും വഴിതെറ്റി ജീവിക്കും. 2, മറ്റു ദേവന്മാരെ സേവിച്ചും നമസ്കരിച്ചും അവരുടെ പുറകെ പോകും. പക്ഷെ 3 പറയുന്നുണ്ട്, തങ്ങളുടെ ആചാരങ്ങളും മർക്കടമുഷ്ടിയും അവർ ഉപേക്ഷിച്ചില്ല. തങ്ങളുടെ ആചാരങ്ങളും മർക്കടമുഷ്ടിയും അവർ ഉപേക്ഷിച്ചില്ല. മറിച്ച് അവർ പിതാക്കന്മാരെക്കാളും വഴിതെറ്റി സഞ്ചരിക്കും. 2, അന്യദേവന്മാരുടെ പുറകെ പോയി അവരെ നമസ്കരിക്കും. പക്ഷെ ലാസ്റ്റ് എടുത്ത് പറയുന്നുണ്ട്, തങ്ങളുടെ ആചാരങ്ങളോ മർക്കടമുഷ്ടിയോ അവർ ഉപേക്ഷിച്ചില്ല. ഇതാണ് 19ാമത്തെ വാക്യം പറയുന്നത്. 20ാമത്തെ വാക്യം, കർത്താവിൻ്റെ കോപം ഇസ്രായേലിനെതിരെ ജ്വലിച്ചു. അവിടുന്ന് പറഞ്ഞു, ഈ ജനം അവരുടെ പിതാക്കന്മാരോടും ഞാൻ ചെയ്ത ഉടമ്പടി ലംഘിച്ചിരിക്കുന്നു. എൻ്റെ വാക്കുകൾ അവർ അനുസരിച്ചില്ല. എൻ്റെ ഉടമ്പടി അവർ ലംഘിച്ചു, എൻ്റെ വാക്കവർ അനുസരിച്ചില്ല. ഇതാണ് കർത്താവിന് ഇസ്രായേൽ ജനത്തിനോട് കോപം ജ്വലിക്കാനുണ്ടായ 2 കാര്യങ്ങളായിട്ട് 20ാമത്തെ വാക്യത്തിൽ പറയുന്നത്. കർത്താവിൻ്റെ കോപം ഇസ്രായേലിനെതിരെ ജ്വലിച്ചു. അവിടെന്ന് പറഞ്ഞു, ഈ ജനം അവരുടെ പിതാക്കന്മാരോട് ഞാൻ ചെയ്ത ഉടമ്പടി ലംഘിച്ചിരിക്കുന്നു. 1. രണ്ടാമത്തേത്, എൻ്റെ വാക്കുകൾ അവർ അനുസരിച്ചില്ല. ഇനി 21ാമത്തെ വാക്യം നോക്കാം. 21, അതിനാൽ ജോഷുവ മരിക്കുമ്പോൾ അവശേഷിച്ചിരുന്ന ജനതകളെ അവരുടെ മുൻപിൽ നിന്ന് ഞാൻ നീക്കുകയില്ല. ജോഷുവ മരിക്കുമ്പോൾ ഒരുപാട് ശത്രുക്കൾ വീണ്ടും അവശേഷിച്ചിരുന്നു. പക്ഷേ അവരുടെ മുൻപിൽ നിന്ന്, ജനങ്ങളുടെ മുൻപിൽ നിന്ന് ജോഷുവയുടെ മരണശേഷം ഞാൻ അവശേഷിച്ച ജനങ്ങളെ നീക്കില്ല. ഇസ്രായേൽ ജനത്തിൻ്റെ മുന്നിൽ നിന്ന് അവശേഷിച്ച ജനങ്ങളെ ഞാൻ നീക്കില്ല. കാരണം അവർക്ക് എനിക്ക് ശിക്ഷ കൊടുക്കാനുള്ളതാണ്. അവരെ ശത്രുക്കളായിട്ട് വിട്ട് ഇസ്രായേൽ ജനത്തിനെ എനിക്ക് ശിക്ഷിക്കാനുള്ളതുകൊണ്ട് അതിനാൽ ജോഷുവ മരിക്കുമ്പോൾ അവശേഷിച്ചിരുന്ന ജനതകളെ അവരുടെ മുൻപിൽ നിന്ന് ഞാൻ നീക്കിക്കളയുകയില്ല. 22 പറയുന്നത്, അങ്ങനെ തങ്ങളുടെ പിതാക്കന്മാരെ പോലെ കർത്താവിൻ്റെ വഴികളിൽ നടക്കാൻ അവർ ശ്രദ്ധിക്കുമോ ഇല്ലയോ എന്ന് എനിക്ക് പരീക്ഷിക്കണം. എന്തുകൊണ്ടിട്ടാണ് ജോഷുവയുടെ മരണശേഷം അവശേഷിച്ച ജനങ്ങളെ ഇസ്രായേൽ ജനത്തിൻ്റെ മുന്നിൽ നിന്ന് നീക്കാഞ്ഞേ? അവർ പിതാക്കന്മാരെ പോലെ കർത്താവിൻ്റെ വഴിയിൽ നടക്കാൻ ശ്രദ്ധിക്കുമോ എന്ന് പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. മനസ്സിലായോ? അതാണ് 22ാമത്തെ വാക്യത്തിൽ പരീക്ഷണത്തിനെ കുറിച്ചാണ് പറയുന്നത്. ലാസ്റ്റ് വാക്യമാണ് 23. അതുകൊണ്ട് കർത്താവ് ആ ജനതകളെ ഉടനെ നീക്കിക്കളയുകയോ ജോഷുവയുടെ കൈകളിൽ ഏൽപ്പിച്ചു കൊടുക്കുകയോ ചെയ്തില്ല. ഉടനെ നീക്കിക്കളയുകയോ ജോഷുവയുടെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്താൽ തീർച്ചയായിട്ടും ആ ശത്രുക്കളെ ജോഷുവ നശിപ്പിച്ചാനെ. പക്ഷേ ജോഷുവയുടെ കയ്യിലും ഏൽപ്പിച്ചു കൊടുത്തില്ല, അവരെ നീക്കിയും കളഞ്ഞില്ല. എന്തിനു വേണ്ടിയിട്ടാണ്? ഇസ്രായേൽ ജനത്തിനെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ട്. ഇത്രയുമാണ് 2ാമത്തെ അധ്യായത്തിൽ പറയുന്നത്. ഇവിടെ ഒരു കാര്യം ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കാനായിട്ടുള്ളത്, കർത്താവിൻ്റെ കോപം ഇസ്രായേലിനെതിരെ ജ്വലിച്ചു എന്ന് 2 പ്രാവശ്യം ഈ അധ്യായത്തിൽ പറയുന്നുണ്ട്. അതിലൊന്ന് 14ാമത്തെ അധ്യായമാണ്. ഇസ്രായേലിനെതിരെ കർത്താവിൻ്റെ കോപം ജ്വലിച്ചു. അവിടെ നിന്ന് അവരെ കവർച്ചക്കാർക്കും അതുപോലെ ശത്രുക്കൾക്കും ഏൽപ്പിച്ചു കൊടുത്തു. ഇതാണ് 1ാമത്തെ സ്ഥലം, ഇസ്രായേലിനെതിരെ കർത്താവിൻ്റെ കോപം ജ്വലിച്ചു. ഇനി 2ാമത്തെ സ്ഥലം 20ാമത്തെ അധ്യായമാണ്. കർത്താവിൻ്റെ കോപം ഇസ്രായേലിനെതിരെ ജ്വലിച്ചു. അവിടുന്ന് പറഞ്ഞു, ഈ ജനം അവരുടെ പിതാക്കന്മാരോട് ഞാൻ ചെയ്ത ഉടമ്പടി ലംഘിച്ചിരിക്കുന്നു, എൻ്റെ വാക്ക് അവർ അനുസരിച്ചില്ല. ഇത് ഒന്ന് മൈൻഡിൽ വെച്ചേക്കുക.
ഓക്കെ, അപ്പോൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും ഈശോ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. താങ്ക്